ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സ്നേഹസ്വരൂപനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്നലെ നാം കേട്ടത് കുഞ്ഞുങ്ങളെ എങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവർക്ക് ഒരു നെഗറ്റിവിസം അവർക്ക് ഇഷ്ടമല്ല. ഞാൻ ഈ പറയുന്നത് ടോഡ്ലർ തൊട്ടുള്ള കുഞ്ഞുങ്ങളാണ്. 1 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ടീച്ച് ദ ചിൽഡ്രൻ ഹൗ ടു പ്രേ. ഹെൽപ്പ് ദ ചിൽഡ്രൻ ടു ട്രസ്റ്റ് ഇൻ ഗാഡ് ഇൻ എവറി സിറ്റുവേഷൻ. അതാണ് നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ. കുഞ്ഞാണ്, അവന് കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ അങ്ങ് ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും ശരിയാകത്തില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും വിട്ടുപോകത്തില്ല എന്നാണ്. അപ്പോൾ ആ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ അവൻ ആ ബോധം ഉണ്ടാക്കി കൊടുക്കുക. യഹോവയായ ദൈവം നിൻ്റെ അപ്പനാണ്, സ്നേഹമുള്ള വാത്സല്യമുള്ള അപ്പനാണ്, എല്ലാത്തിൻ്റെ ഉറവിടമായ ജ്ഞാനത്തിൻ്റെയും എല്ലാ റിസോഴ്സുമുള്ളതായ അപ്പൻ. അതുകൊണ്ട് എല്ലാം ലഭിക്കുവാൻ അവിടെ ഒരു ചാൻസ് ഉണ്ട്. അത് തന്നെയല്ല, സ്നേഹമുള്ളത് കൊണ്ട് നിൻ്റെ അപ്പൻ നിനക്ക് എല്ലാം തരും. അതുകൊണ്ട് ചോദിക്കുവാൻ വേണ്ടി കുഞ്ഞുങ്ങളെ അങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. അഭ്യസിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഭയങ്കര ശിക്ഷണ രീതിയിൽ അവരെ അഭ്യസിപ്പിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായിരിക്കത്തില്ല വേദപുസ്തകത്തിലും പഠിപ്പിക്കുന്നത്. സ്നേഹത്തോടു കൂടിയുള്ള, ലാലനയോടു കൂടിയുള്ള അഭ്യാസങ്ങൾ. അഭ്യസിപ്പിക്കുക എന്ന് പറയുമ്പോൾ അഭ്യാസങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിൻ്റെ അർത്ഥം ശിക്ഷിച്ചു വളർത്തുക എന്നുള്ളതല്ല. ശിക്ഷിക്കേണ്ടിയിടത്ത് ശിക്ഷിക്കണം. പക്ഷെങ്കിൽ കൂടുതലും കർത്താവ് സ്നേഹമാകിയാൽ പിഞ്ചു കുഞ്ഞുങ്ങളെ സ്നേഹത്തോടുകൂടി പറഞ്ഞു കൊടുക്കുക. അതിനൊരു ഉത്തമ എക്സാമ്പിളാണ്, നമുക്കറിയാം, പെസഹ പെരുന്നാളിന് വേണ്ടി യേശുവിൻ്റെ മാതാപിതാക്കൾ യെരുശലേം ദേവാലയത്തിൽ പോകുന്നു. എന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് യേശു കർത്താവ് കൂടെ ഇല്ല എന്നുള്ള ആ വിവരം അവർക്ക് ലഭിക്കുന്നത്. 12 വയസ്സുള്ള യേശു കർത്താവ് കൂടെയില്ല. അപ്പോൾ അവർ വീണ്ടും തിരിച്ച് യെരുശലേം ദേവാലയത്തിലോട്ട് പോകുന്നു. 3 ദിവസം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ വേണ്ട കർത്താവ് അവിടെ ഇരുന്ന് എല്ലാവരും പഠിപ്പിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ അമ്മ എന്തുവാ പറഞ്ഞത്? മകനേ, നീ എന്താണിത് ഞങ്ങളോട് ചെയ്തത്? ഞങ്ങൾ എത്രമാത്രം വ്യസനിച്ചു, ഞാനും നിൻ്റെ അപ്പനും എത്രമാത്രം വ്യസനിച്ചു എന്ന് ചോദിക്കുകയാണ്. സ്നേഹത്തോടു കൂടിയാണ് ചോദിച്ചത്. അല്ലാതെ യേശുവിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞില്ല, എന്തുവാടാ നീ എവിടെയായിരുന്നു? ഇവിടെയാണ് ഇരിക്കുകയാണോ? നിനക്ക് ബോധമില്ലേ? നീ എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നില്ല? അങ്ങനെയൊന്നും ചോദിച്ചില്ല. 1 ദിവസം വരെ അവിടെ, 3 ദിവസം വരെ കർത്താവ് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ടും ആ അമ്മ എത്ര വാത്സല്യത്തോടു കൂടിയാണ് മകനേ എന്നാണ് വിളിച്ചത്. അല്ലാതെ ഒരു വടിയൊക്കെ കൊണ്ടുചെന്നിട്ട് യേശു കർത്താവിനെ അടിക്കുകയോ വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയുകയൊന്നും അല്ല ചെയ്തത്. എന്തെങ്കിലും അഭ്യസിപ്പിക്കണമെങ്കിൽ സ്നേഹത്തോടു കൂടി അഭ്യസിപ്പിക്കണം. ഈവൻ നമ്മൾ മൃഗങ്ങളെ പോലും സ്നേഹത്തോടു കൂടി വിളിച്ചാൽ മാത്രമേ അവർക്ക് നമ്മളോടൊരു സ്നേഹമായിട്ട് നമ്മുടെ അടുത്ത് വരത്തുള്ളൂ. മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ നമ്മൾ കല്ല് പറക്കി എറിയുകയാണെങ്കിൽ അവരങ്ങ് ഓടിപ്പോകും. എന്നാൽ സ്നേഹത്തോടു കൂടി ഒരു അല്പം ആഹാരമൊക്കെ കൊടുത്താൽ എപ്പോഴും നമ്മോട് കൂടെ അത് വന്നുകൊണ്ടേയിരിക്കും, അല്ലേ? അതാണ് സ്നേഹത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അതിനാൽ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടു കൂടി അഭ്യസിപ്പിക്കുക. യഹോവയായ ദൈവം നിൻ്റെ അപ്പനാണെന്നുള്ള ആ ബോധം, സ്നേഹമുള്ള അപ്പനാണെന്നുള്ളൊരു ബോധം, എല്ലാമുള്ള ഒരു അപ്പനാണെന്നുള്ളൊരു ബോധം, നീ ചോദിച്ചാൽ നിനക്ക് ലഭിക്കും എന്നുള്ള ആ ഒരു അറിവ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ എപ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കുക കുഞ്ഞുങ്ങളെപ്പോഴും പ്രാർത്ഥിച്ചെന്നിരിക്കില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താഹാരം കഴിച്ചാലും കിട്ടിയാലും അതിനു മുമ്പ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ. ഇവനൊരു ചോക്ലേറ്റ് ആയിക്കൊള്ളട്ടെ, അതിനു മുമ്പ് ആ തന്ന ആൾക്ക് നമ്മൾ താങ്ക് യു പറയല്ലോ. അതുപോലെ തന്നെ ഇത് ക്രിസ്തുവിൽ കൂടിയാണ് നിനക്ക് ലഭിച്ചത്, അതിനാൽ യേശു കർത്താവിനൊരു നന്ദി പറയാൻ പഠിപ്പിക്കണം. അതുപോലെ കുടിക്കുന്നതും നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതുമായ എല്ലാത്തിനും മുമ്പേ
ഒന്ന് നന്ദി പറയാനായിട്ട് പഠിപ്പിച്ചാൽ അവൻ വലുതാകുമ്പോൾ ഏതെങ്കിലും ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും വേണ്ടാത്ത സാധനങ്ങൾ വന്ന് കഴിച്ചാലും കുടിച്ചാലും അവനത് ഹാനികരമാകാതെ വണ്ണം ദൈവമായ കർത്താവ് അത് സൂക്ഷിച്ചോളും. കാരണം അവൻ പ്രാർത്ഥിച്ചിട്ടാണ് കഴിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കുഞ്ഞ് എല്ലാ ദിവസവും എന്ത് കിട്ടിയാലും ഒരു പച്ചവെള്ളം കുടിച്ചാലും എപ്പോഴും ഇച്ചിരി നേരം ഇരുന്നങ്ങ് പ്രാർത്ഥിക്കും. അവനൊരു 9-10 ക്ലാസ് ആയപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, മോനെ, നീ സ്കൂളിൽ കൊണ്ടുപോയി ഫുഡ് കഴിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണോ പ്രാർത്ഥിക്കുന്നത്? കുറച്ചേറെ നേരം പ്രാർത്ഥിക്കും. അന്നേരം പറഞ്ഞു, ആന്നു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ നിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെയില്ലേ? അവർ കണ്ടിട്ട് നിനക്ക് ഷെയിമാകത്തില്ലേ? അപ്പോൾ അവൻ പറയാണ്, എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് യേശു കർത്താവല്ലേ. അപ്പോൾ പിന്നെ യേശു കർത്താവിന് ഞാനൊരു നന്ദി പറയണ്ടേ? അത് കഴിഞ്ഞല്ലേ ഉള്ളൂ എനിക്ക് ബാക്കി എല്ലാ ഫ്രണ്ട്സും. പ്രൈസ് ഗോഡ്. കാരണം അവനെ കുഞ്ഞിലേ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, എന്തെങ്കിലും ആഹാരം കിട്ടുന്നതിന് മുമ്പ്, ചെറിയൊരു ചോക്ലേറ്റ് ആയിക്കൊള്ളട്ടെ, അതിനു മുമ്പ് കർത്താവിനൊരു വാക്ക് നന്ദി പറഞ്ഞിട്ട് കഴിക്കാനായിട്ടാണ് പഠിപ്പിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. നന്ദി പറയുക, കുഞ്ഞുങ്ങളെ നന്ദി പറഞ്ഞ് പഠിപ്പിക്കുക. അതുപോലെ തന്നെ അവരെ കൊണ്ട് ചോദിപ്പിക്കണം. അവർക്ക് വേണ്ടിയതെല്ലാം ചോദിക്കുക. ആസ്ക് എന്ന് പറയുമ്പോൾ എന്നാ? പ്രാർത്ഥിക്കുകയാണ്, ചോദിക്കുകയാണ്. അവർക്ക് തന്നതിന് വേണ്ടി പ്രൈസ് ചെയ്യുന്നതോടൊപ്പം, ചോദിക്കുന്നതിനോടൊപ്പം, നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഒരു ഫ്രണ്ട് പോലെ കർത്താവിനെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് പറയണം. കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്തെല്ലാം അവർ ഭയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് മോനെ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. അവർ നഴ്സറിയിലോട്ട് പോകുമ്പോൾ പോലും ആദ്യമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വീട്ടിൽ നിന്ന് വിട്ടുപോകുന്നതല്ലേ. അപ്പോഴവരോട് പറയണം, യേശു കർത്താവ് കൂടെയുണ്ട്, നീ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ബോധം അവർക്ക് കൊടുക്കണം. ഏറ്റവും വലിയ സുഹൃത്തായിട്ട് കുഞ്ഞുങ്ങൾ കൂടെ നടക്കേണ്ടതാണ് യേശുവിനെ. അങ്ങനെയാണെങ്കിൽ അവർ വേണ്ടാത്ത കൂട്ടുകെട്ടുകളിൽ വലുതാകുമ്പോൾ അകപ്പെടുവാൻ ഇടയാകത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ ത്യാഗമാണ് ചെയ്തത്. അതിനാൽ ഇനിയുള്ള കുഞ്ഞുങ്ങൾ, ഭാവിയിലെ കുഞ്ഞുങ്ങൾ അവർ വളർന്നു വരുമ്പോൾ ക്രിസ്തുവിൽ വളരണം. ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവാകുന്ന തലയോളം വളർന്നാൽ മാത്രമേ ഈ ലോകം ഇനി നന്നായി പോകത്തുള്ളൂ. അതുകൊണ്ട് ടീച്ച് ദ ചിൽഡ്രൻ ഹൗ ടു പ്രേ. അവർക്ക് കൂടെ കൊണ്ടു നടക്കാവുന്ന ഒരു സഖിയായിട്ട്, ആ സാന്നിധ്യം അവർക്ക് അറിയുവാൻ തക്കവണ്ണം കുഞ്ഞിലേ മുതലേ നമ്മൾ അതൊരു ഫ്രണ്ടാണ്, കൂടെയുണ്ട് എന്നുള്ള ബോധം കൊടുക്കുമ്പോൾ എല്ലാം അവർ ചോദിക്കുവാൻ ഇടയാകും. ഏതെങ്കിലും തെറ്റിൽ ചെയ്യുവാൻ തോന്നിയാൽ പോലും അവരോർക്കും, കർത്താവ് എൻ്റെ കൂടെയുണ്ടല്ലോ, യേശു കർത്താവ് കൂടെയുണ്ടല്ലോ, കർത്താവ് എന്നെ കാണുന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അവർ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും ഒക്കെ സഹായമാകും. അതിനാൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, കുഞ്ഞുങ്ങളെ കൊച്ചിലെ മുതലേ അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും പഠിക്കുന്നതിന് മുമ്പും ജ്ഞാനമുള്ള കർത്താവ്, ജ്ഞാനസ്വരൂപനായ കർത്താവിൽ ജ്ഞാനമാണ്. ആ ജ്ഞാനം കുഞ്ഞുങ്ങളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിനെ കൂടെ കൊണ്ട് നടക്കണം. ജ്ഞാനത്തിൻ്റെ ഉറവിടമായ, സകലത്തിൻ്റെ ഉറവിടമായ രക്ഷിതാവായ കർത്താവിനെ കുഞ്ഞുങ്ങൾ കൂടെ കൊണ്ട് നടന്നാൽ വേറെ എങ്ങും ജ്ഞാനത്തിന് വേണ്ടി പോകേണ്ട കാര്യമില്ല. അതിനാൽ പഠിക്കുന്നതിന് മുമ്പ്, കർത്താവെ ഞാൻ പഠിക്കാൻ പോവുക, ഞാൻ എന്താ പഠിക്കേണ്ടത് ചോദിപ്പിക്കണം കുഞ്ഞുങ്ങളെ കൊണ്ട്. പഠിച്ചു കഴിഞ്ഞിട്ട് നന്ദി പറയാൻ പഠിപ്പിക്കണം. താങ്ക് യു, ഞാൻ ഇത്രയും പഠിച്ചു, നീ എനിക്ക് ഓർമ്മ തന്നതിനാൽ നന്ദി, അങ്ങനെയൊക്കെ പറയുവാനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. 1-2 പ്രാവശ്യം നമ്മൾ പറയുമ്പോൾ അവർ ഓർത്തെന്നിരിക്കില്ല. വീണ്ടും 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 റിമൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കുഞ്ഞു കുട്ടികളല്ലേ. അതിനാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടോഡ്ലർ പ്രായം മുതലേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവരെ കൊണ്ട് കർത്താവിനെ സ്തുതിപ്പിക്കുകയും കർത്താവിനോട് ചോദിപ്പിക്കുകയും കർത്താവിന് നന്ദി പറയുകയും കർത്താവിനെ ഒരു സഖിയായിട്ട് കൂടെ കൊണ്ട് നടക്കുകയും എല്ലാ കാര്യത്തിലും കൂടെ നടക്കുന്ന ഒരു നാഥനായിട്ട്, കളിക്കൂട്ടുകാരനായിട്ട് കൊണ്ട് നടന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ ഭാവത്തിലും രൂപത്തിലുമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇനിയും വരുന്ന തലമുറകളെയൊക്കെയും നമുക്ക് രൂപാന്തരപ്പെടുത്തി
മാറ്റിയെടുത്ത് നല്ലൊരു തലമുറകളായിട്ട് വളർത്തുവാനായിട്ട് ശ്രമിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ.